ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് ഞങ്ങളെ ഒരു ഫ്രൈഡേ റൂട്ടീനായിട്ടാണ്. നല്ല ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ വെജിറ്റബിൾ കുറുമ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈവനിങ്ങിലെ വിശേഷവും. അപ്പോൾ വാ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലോട്ട് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ. തലേ ദിവസം തന്നെ രാത്രി കുറച്ച് റൈസിൻസ് എടുത്ത് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അതിനെ ഇളക്കി കുടിക്കുക. അത് തന്നെ ആദ്യം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ റൈസിൻസ്. നമുക്ക് രക്തം വർദ്ധിപ്പിക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ റൈസിൻസ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശീലമാക്കിക്കോളൂ കേട്ടോ. അടുത്തത് ചായ ഉണ്ടാക്കലാണ്. ഞാൻ കുറച്ച് പാലും വെള്ളവും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഇട്ട് അടുപ്പത്ത് വെച്ചിന്. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ ചായപ്പൊടി ഒരു തരിതരിയുള്ള ഒരു കുരു പോലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് വേവണം, അപ്പോഴേ കളർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചായ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളതുകൊണ്ട് ഫ്രൈഡേ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ. അന്ന് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമല്ലേ. അപ്പോൾ ഇന്ന് ഇതായിരുന്നു കേട്ടോ. ചപ്പാത്തിയുടെ ഉള്ളിൽ മഷ്റൂമും മയണൈസൊക്കെ കൂടി ഇട്ടിട്ടുള്ള റാപ്പായിരുന്നു. ഇനി ലഞ്ച് പ്രിപ്പറേഷനാണ്. അതിനായി നെയ്ച്ചോറും വെജിറ്റബിൾ കുറുമയും ചിക്കനാണ് ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ ഫ്രൈഡേ ആയിട്ടോ ഹോളിഡേ, അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഞങ്ങൾ സ്പെഷ്യൽ എന്തെങ്കിലുമായിട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ആയാൽ മക്കൾക്കൊക്കെ നല്ല ഹാപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സിമ്പിളായിട്ടുള്ളതാണ് ഉണ്ടാക്കുക, അത് അവർക്കും ഇഷ്ടമാണ്. നമ്മളൊക്കെ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ജോലി തന്നെയാണല്ലേ. ഒരു ദിവസം നമുക്ക് ഒരു ലീവൊന്നുമില്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഇങ്ങനെ അങ്ങ് പോവും. നമുക്ക് കുറച്ചൊരു ലീവ്, അത്ര തന്നെ. നമുക്കും വേണ്ടല്ലേ ഒരു ദിവസം. അങ്ങനെ ഞാൻ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഇല എന്താണെന്നറിയോ? എന്താ രമ്പയില എന്നെന്തോന്നാ പറയലെന്ന് തോന്നണം. അത് ഇവിടെ എല്ലാവരും ചേർക്കും കേട്ടോ. അത് ഈ നെയ്ച്ചോറിലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും 1 പച്ചമുളകൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചേർത്താൽ. അങ്ങനെ ചേർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഞാൻ ഒഴിച്ച വെള്ളം ചൂടുവെള്ളമാണ്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി എളുപ്പത്തിൽ തന്നെ നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് കുക്കറിൽ എങ്ങനെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിനായി ഞാനിവിടെ എടുത്തത് 1 ക്യാരറ്റ്, 1 പൊട്ടാറ്റോ, കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ബീൻസ് പയർ അരിഞ്ഞ് വെച്ചിന്. ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളെ കയ്യിൽ ഏതാണ് ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കാം. ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിന്. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകല്ലേ ഫെന്നൽ സീഡ് അതിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കൊരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചക്കറികളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ചേർക്കണം. നല്ലോണം വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് തേങ്ങ എടുത്തിന്. ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാട്ടോ തേങ്ങ ചിരവിയിട്ട്. അതാണ് ഇതിങ്ങനെ. അതിലേക്ക് നിങ്ങളെ കയ്യിൽ ക്യാഷ്യൂ ഉണ്ടെങ്കിൽ ചേർത്തോളൂ. എൻ്റെ കയ്യിൽ ക്യാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചേർത്തിട്ടില്ല. ക്യാഷ്യൂ ഉണ്ടെങ്കിൽ ഒരു 10 ക്യാഷ്യൂ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ അരച്ചെടുത്തിന്. ഇനി നമുക്ക് ഇതിനെ കറിയിലോട്ട് ഒഴിക്കാം. അങ്ങനെ ഞാൻ കറിയിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിന്.
ഇനി കറിയെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മളെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ട് നല്ല സിമ്പിളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി അടുത്തത് ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ഫ്രോസൺ ചിക്കനായിട്ടോ കിട്ടുക. അങ്ങനെതാ ഫ്രോസൺ ചിക്കൻ എടുത്തിന് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇവിടെ ചിക്കനായാലും ബീഫായാലും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കിട്ടും, എല്ലാം ഫ്രോസൺ ആണെന്ന് മാത്രം. ഫിഷ് പിന്നെ പറയേണ്ടതില്ലല്ലോ, ഏറ്റവും ഫ്രഷായി കിട്ടുന്നത് ഫിഷ് ഇവിടെ തന്നെ അല്ലേ. അങ്ങനെതാ ഞാൻ ചിക്കനൊക്കെ കട്ട് ചെയ്യണ എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ. ചിക്കൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കണില്ല. അങ്ങനെതാ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിന്. ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കിയത്. അങ്ങനെതാ കിച്ചണിലെ കുക്കിംഗ് ജോലികളൊക്കെ തീർന്നണ്. ഇനി കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇനി അതൊക്കെ കഴുകിയിട്ട് കുളിച്ച് റെഡി ആയിട്ട് കിച്ചണിലേക്ക് വീണ്ടും വരാം. അപ്പോഴേക്കും ഹസ്ബൻഡും മോനൊക്കെ പള്ളിയിൽ പോവും. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാനും മോളും റെഡിയാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ റെഡിയായി വന്നതാണ്. അങ്ങനെ നെയ്ച്ചോറും വെജിറ്റബിൾ കുറുമയും ചിക്കൻ വരട്ടും ഒക്കെ റെഡി ആയിന്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെ വെജിറ്റബിൾ കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാൻ. ഈ വെജിറ്റബിൾ കുറുമ ഗീ റൈസിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ എല്ലാം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഈവനിങ് വിശേഷമാണ് കേട്ടോ. അങ്ങനത്തെ ഈവനിങ് ഞങ്ങൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ, വണ്ടിയിലൊന്നും കയറി പോരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയാണ് പാർക്ക്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഈ ബീച്ചിൽ കുറേ സമയം അങ്ങനെ ഇരിക്കും, നല്ല കാറ്റും പിന്നെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ വരവും പോക്കും, പിന്നെ മക്കളൊക്കെ അവിടെ മരത്തിൽ കയറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ കളിയിലാണ് അവരും. അങ്ങനെ കുറേ സമയം ഇരുന്നതിന് ശേഷം സൂര്യൻ അസ്തമിക്കാറായി. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് ഞങ്ങളെ ഒരു ഫ്രൈഡേ എന്ന് പറയുന്നത്. പിന്നെ ഇവിടേക്ക് വന്നിരുന്നിട്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു, ബൈ ബൈ.